മഹാരാഷ്ട്രയിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വിവിധ വിഷയങ്ങളും ആശങ്കകളും ഉന്നയിച്ച് വിവിധ ക്രൈസ്തവ സംഘടനകളിലെ ഭാരവാഹികളും അംഗങ്ങളും പാസ്റ്റർമാരും ഉൾപ്പെടുന്ന പ്രതിനിധി സംഘം മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹർഷവർദ്ധൻ സക്സാലുമായും MPCC ജനറൽ സെക്രട്ടറി ജോജോ തോമസുമായും മുംബൈ തിലക് ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. യോഗത്തിന് നേതൃത്വം നൽകിയ ജോജോ തോമസ് ക്രൈസ്തവ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചർച്ചകൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ പുതിയ മതസ്വാതന്ത്ര്യ നിയമം, FCRA വ്യവസ്ഥകളുടെ പ്രയോഗം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, വിദ്വേഷ പ്രസംഗങ്ങൾ, അന്തർമത വിവാഹവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ സുരക്ഷ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ചയായത്. നിർബന്ധിതമോ വഞ്ചനാപരമോ മതപരിവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി. എന്നാൽ നിയമത്തിന്റെ വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്ത് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അനാവശ്യമായി വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും പരാതികളിൽ വസ്തുതാപരമായ അന്വേഷണവും സുതാര്യമായ നടപടിക്രമങ്ങളും ഉറപ്പാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. FCRA നിയന്ത്രണങ്ങൾ മൂലം വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിയമാനുസൃത സ്ഥാപനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകരുതെന്നും സംഘം ചൂണ്ടിക്കാട്ടി. നിയമങ്ങൾ വേട്ടയാടാനുള്ള ആയുധമാകരുതെന്നും ഭരണഘടനാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും MPCC ജനറൽ സെക്രട്ടറി ജോജോ തോമസ് വ്യക്തമാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 25 ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യം ഓരോ പൗരന്റെയും അവകാശമാണ്. അന്തർമത വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ വ്യക്തികളുടെ പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ എല്ലാവർക്കും തുല്യമായി ലഭിക്കേണ്ടതാണെന്ന് MPCC അധ്യക്ഷൻ ഹർഷവർദ്ധൻ സക്സാൽ പറഞ്ഞു. മതേതരത്വവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുന്നതിനൊപ്പം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പ്രതിനിധി സംഘത്തിന് ഉറപ്പു നൽകി. ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ അസോസിയേഷൻ, CNI, BCS, മുംബൈ കാത്തലിക് സഭ, ന്യൂ ലൈഫ്, ബ്രദറൻ ചർച്ച് തുടങ്ങി നിരവധി ക്രൈസ്തവ സംഘടനകളിലെ ഭാരവാഹികളും അംഗങ്ങളുമാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. പുനെ, മുംബൈ, വസായി, നവി മുംബൈ, കല്യാൺ, ഡോംബിവില്ലി, അംബർനാഥ്, ഉൽവേ, പാൽഗർ, റായ്ഗഡ് എന്നിവിടങ്ങളിലുള്ള ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിച്ച് സിന്ധ്യ ഗോഡ്കെ, നെല്ലൻ ജോയി, ജോസഫ് ലോപ്പസ്, ആസാദ് ഡിസൂസ, പ്രിയ ഡാനിയൽ, അഡ്വക്കേറ്റ് സ്റ്റീഫൻ S. ഗോഡ്കെ, ഇസ്ഹാഖ് ലോപ്പസ്, പാസ്കൽ ഡാബറെ, എഡ്വേർഡ് J. പോൾ, തോമസ് സിൽവേറ, ജോസ് ജെയിംസ്, വിക്കി ജയ്സ്വാൾ, സഞ്ജയ് ശേഖർ, പ്രഭ ആന്റണി, രാജ് നാടാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മതസ്വാതന്ത്ര്യം, ന്യൂനപക്ഷ അവകാശങ്ങൾ, വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ എന്നിവ ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ സംരക്ഷിക്കപ്പെടണമെന്ന നിലപാടോടെയാണ് കൂടിക്കാഴ്ച സമാപിച്ചത്.